യുദ്ധം അവസാനിക്കാറായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. എന്നാൽ ഇതിന് തൊട്ട് പിന്നാലെ അമേരിക്ക ചെയ്യുന്നത് എന്താണ്? 10,000 സൈനികരെ കൂടി പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധത്തെയും ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണത്തെയും ന്യൂക്ലിയർ എൻറിച്ച്മെന്റിനെയും ചൊല്ലി സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് അമേരിക്കയുടെ ഈ ഒരു ഇരട്ടത്താപ്പ് വരുന്നത്. വാക്കുകളിൽ സമാധാനം, പ്രവൃത്തിയിൽ യുദ്ധസന്നാഹം. അതാണിപ്പോൾ ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട്. ഇറാനുമായുള്ള സംഘർഷം വളരെ വേഗം അവസാനിക്കുമെന്ന് ഫോക്സ് ന്യൂസിനോട് ട്രംപ് വലിയ ആത്മവിശ്വാസത്തോടെയൊക്കെയാണ് പറഞ്ഞത്. വരുന്ന 2 ദിവസങ്ങൾക്കുള്ളിൽ ലോകം അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കളത്തിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായിട്ടുള്ള പെന്റഗൺ 10,000 സൈനികരെയാണ് പുതുതായി പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നത്. USS ജോർജ് H.W. ബുഷ് എന്ന വിമാനവാഹിനി കപ്പലിലും അനുബന്ധ കപ്പലുകളിലുമായി 6,000 സൈനികർ പുറപ്പെട്ടു കഴിഞ്ഞു. ഇതിനു പുറമെ ബോക്സർ ആംഫിബിയസ് റെഡി ഗ്രൂപ്പിലെയും 11ാമത് മറൈൻ എക്സ്പെഡിഷണറി യൂണിറ്റിലെയും 4,200 സൈനികർ ഈ മാസം തന്നെ എത്തും. ഇതോടെ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനികരുടെ എണ്ണം ഏകദേശം 60,000 ഉയരും. ഇതിനെല്ലാം പുറമെ USS എബ്രഹാം ലിങ്കൺ, USS ജെറാൾഡ് ആർ ഫോർഡ്, USS ജോർജ് H.W. ബുഷ് എന്നീ 3 വമ്പൻ വിമാനവാഹിനി കപ്പലുകൾ ഗൾഫ് സമുദ്രത്തിൽ ഇപ്പോൾ യുദ്ധസജ്ജമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏപ്രിൽ 22-നാണ് നിലവിലുള്ള ദുർബലമായിട്ടുള്ള വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നത്. സമാധാന ചർച്ചകളൊന്നും ഇതുവരെ ഒരു വഴിത്തിരിവിലും എത്തിയിട്ടില്ല. ഇതിനിടെ ഇറാനെ സാമ്പത്തികമായി തകർക്കാൻ അവരുടെ തുറമുഖങ്ങളിൽ അമേരിക്ക നാവിക ഉപരോധം അതിശക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് ഓഫ് ഒമാനിലും അറബിക്കടലിലും നിലയുറപ്പിച്ച അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇതിനോടകം പല ചരക്ക് കപ്പലുകളും തടഞ്ഞു തിരിച്ചയച്ചു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായ എണ്ണ കയറ്റുമതി പൂർണ്ണമായും ശ്വാസം മുട്ടിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. എന്നാൽ ഈ ഉപരോധം ആഗോള വിപണിയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. എണ്ണവില ബാരലിന് $96 മുകളിലേക്ക് കുതിച്ചു. ഇറാൻ ആണവായുധം നേടുന്നത് തടയാൻ കഴിഞ്ഞാൽ ഇന്ധനവില പഴയപടിയാകുമെന്നാണ് ട്രംപിന്റെ വാദം. മറുഭാഗത്ത് ഇറാനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അമേരിക്ക ഉപരോധം തുടർന്നാൽ പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ, ചെങ്കടൽ എന്നീ പ്രധാന വ്യാപാര പാതകൾ പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്ന് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർമാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സായുധ സേന ഒരു കയറ്റുമതിയോ ഇറക്കുമതിയോ അനുവദിക്കില്ല എന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ വ്യക്തമാക്കുന്നത്. ഒരു വശത്ത് വെടിനിർത്തൽ നീട്ടാൻ അമേരിക്ക ഔദ്യോഗികമായി തയ്യാറായിട്ടില്ല എന്ന് ബുധനാഴ്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. മറുവശത്ത് ഒരു കരാറിലെത്താൻ ചർച്ചകൾ തുടരുന്നുണ്ട് എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നുമുണ്ട്. എന്നാൽ കടലിലെ ഈ വൻ പടയൊരുക്കം സൂചിപ്പിക്കുന്നത് മറിച്ചാണ്. സമാധാനത്തിനായിട്ടുള്ള അവസാനവട്ട സമ്മർദ്ദ തന്ത്രമാണോ അതോ അതിശക്തമായ മറ്റൊരു യുദ്ധത്തിനായിട്ടുള്ള തയ്യാറെടുപ്പാണോ നടക്കുന്നത് എന്ന് വ്യക്തമല്ല. പശ്ചിമേഷ്യ വീണ്ടും മുൾമുനയിൽ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.